എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ആദ്യം തന്നെ ഒരു ട്രിപ്പിലാണ് നമ്മൾ തുടങ്ങുന്നത് ഗൈസ്. ഇതിന് വഴിയുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ട്രിപ്പിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമ്മള് ട്രിപ്പ് ഇവിടുന്ന് തുടങ്ങുവാണ്. അങ്ങനെ കെറിയിലേക്കാണ് നമ്മൾ വെച്ചു പിടിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടെയാണ് ഈ ട്രിപ്പ് ഇവിടുന്ന് തുടങ്ങുന്നത്. ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് കാണാം. ഓക്കെ, റെഡി അല്ലേ ഗൈസ്? നമ്മൾ നേരെ ബുരൻ നാഷണൽ പാർക്കിലേക്ക് പോകുന്നു. നമ്മൾ 40 മിനിറ്റ് ലേറ്റ് ആണെങ്കിലും നമ്മൾ ഓൺ ദ ടൈം ആയിരിക്കും. അവിടെ എത്തുമ്പോ നമ്മൾ പൊളിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ആദ്യം വണ്ടി ഓടിക്കുന്നത് പിന്നെ ഇവിടെ സൈഡിൽ ഇരിക്കുന്ന നായരാണ്. അവിടെ ഫസ്റ്റ് വണ്ടി പോകുന്നത് റൂബനും ടീംസ് ആണ്. എല്ലാരും വഴിയെ നമ്മൾ ഗൈസ്, ഇത് ഇവിടത്തെ ഒരു കാസിലാണ്. എന്ത് കാസിലാന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക്. നമ്മള് കാസിലിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പേയാൻ പാർക്കാണ്. നമ്മളങ്ങനെ മുൻപോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ബീച്ചിന്റെ ഒരു പോർഷനാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആ വഴിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു വില്ലേജിലേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, കണ്ടോളാം നമുക്ക്. ഇത് ഇവിടുത്തെ ഓൾഡ് ഐറിഷ് വില്ലേജും അവിടുത്തെ അത് കൾച്ചറാണ് അവർ നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര പഴയ രീതിയിലുള്ള ഒക്കെ വീടുകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ കൗണ്ടി ഗോൾവേ വിട്ട് നമ്മൾ അടുത്ത കൗണ്ടിയായ കൗണ്ടി ക്ലെയറിലേക്കാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു 13 കിലോമീറ്ററിൽ നമ്മുടെ ലൊക്കേഷനായ ബുരൻ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ക്ലെയർ തുടങ്ങിയിരിക്കുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ബുരൻ നാഷണൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ എ ലോങ് സ്കൂളിംഗ് ഡ്രൈവ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ, ഇവിടെ ഇപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് വഴിയുള്ള നമ്മൾ അങ്ങനെ ബുരൻ നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബുരൻ നാഷണൽ പാർക്ക്. നമ്മൾ അടുത്ത വണ്ടിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അല്ലേ? അതെ, അവരോട് വന്നിട്ട് നമ്മള് ഓറഞ്ച് റൂട്ടിലേക്ക് പോകാനാണ്. ഇതാണ് നമ്മുടെ ബുരൻ നാഷണൽ പാർക്കിന്റെ മാപ്പ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം ഏത് ട്രെയിൽ വേണം, ഡിഫിക്കൽട്ട് വേണോ, നമ്മുടെ ടൈം ലിമിറ്റ് നമ്മൾ എത്രയാണോ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് റൂട്ട് വേണം നമുക്ക് വാക്ക് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ ഓൾറെഡി 40 മിനിറ്റ്സിന്റെ ഒരു ഡിലേ ഉള്ളതുകൊണ്ടും ചെറുതായിട്ട് വഴി തെറ്റിയതുകൊണ്ടും നമ്മൾ 30 മിനിറ്റ്സിന്റെ ഓറഞ്ച് റൂട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അവരോട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. Oh my god.
ഇതായിരുന്നു ഗൈസ് നമ്മുടെ അടുത്ത വണ്ടിയിലെ ആൾക്കാർ വരുന്നുണ്ട്. അവര് കുറച്ച് ലേറ്റ് ആയിരുന്നു, കാരണം അവര് വ്ളോഗ് എടുക്കാൻ വേണ്ടി ചില സ്ഥലത്ത് നിർത്തിയൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇത് അവര് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ അവർ എത്തിയിരിക്കുന്നു. എടാ മോനെ, അവന്റെ ചക്കര കൂത്തനാണോ? അയ്യോ സാരില്ലടാ, പുതൊക്കെ കഴിച്ചോ. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പട്ടിപ്രേമി. അങ്ങനെ കുട്ടൻ പോവാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ സീനിക് ട്രെയിൽ തുടങ്ങുവാണ്. നമ്മൾ വൈറ്റ് ട്രെയിൽ ആണ് ചൂസ് ചെയ്തത്. ഇത് അലോങ് ദ നേച്ചർ ആണ്. അപ്പൊ നമ്മൾ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. മനോഹരമായ വ്യൂ ഒക്കെയാണ്. നമ്മൾ അങ്ങനെ നേച്ചർ, അയർലൻഡിലെ നേച്ചർ ബ്യൂട്ടിയിലേക്കാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല കിടിലം ഫ്രെയിമാണ്. ഇവിടെ എവിടെ നോക്കിയാലും കുറച്ച് ഫോറസ്റ്റ് ഒക്കെയാണ് ഗൈസ്. അപ്പൊ നമ്മള് എല്ലാരും ലീഡ് ചെയ്തോണ്ടിരിക്കുക. ബാക്കിൽ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എല്ലാരും ഉണ്ട്. ആ കിട്ടി. ഗംഗേ വാ, ഗംഗ. അങ്ങനെ അപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കും. അങ്ങ് ദൂരെ ദൂരെ വരെ നമുക്ക് മലകളും കാടുകളും പുല്ലും കുറച്ച് പൂക്കളൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിലൊരു നിരയായിട്ട് വരുന്നുണ്ട് എല്ലാരും. നമ്മൾ വഴി തെറ്റിയോ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ പോവുകയാണ്, മുമ്പോട്ട് എക്സ്പ്ലോർ ചെയ്ത് പോവാണ് നമ്മൾ. നല്ല തണുപ്പുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ നല്ല കാറ്റുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങുവാണ്. നമ്മുടെ 45 മിനിറ്റ്സിന്റെ ട്രെയിൽ ആയിരുന്നു. പക്ഷെ നമ്മൾ എന്തോ എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ വഴി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അതെ, ലോസ്റ്റ് ആയതായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് പയ്യെ പയ്യെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. വണ്ടിയുടെ ഒച്ചയാണ്. അപ്പൊ ഇത് ഉൾക്കാടുകളിലാണ് നമ്മൾ ഈ കാണുന്നത്. അവന്മാർക്ക് എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ടോ നമ്മൾ പറയാം. നമുക്കൊന്നും അറിഞ്ഞൂടെ. നമ്മള് ഈ ബ്യൂട്ടി കണ്ട് അങ്ങനെ പോവാണ്. അവരാണ് വീഡിയോ ഒക്കെ. അത് നമുക്ക് നമ്മളെല്ലാരും വെച്ച് പിടിക്കുകയാണ് ബാക്കിലേക്ക്. നല്ല രസമുണ്ട്. മേ ബി മഴ പെയ്യുന്ന സമയത്ത് അടിപൊളിയായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. മഴ പെയ്യുന്ന സമയത്ത് വന്നാൽ അതെ.
നല്ല പരിചയമുള്ള വഴികൾ എനിക്ക്. ഗൈസ് നല്ല വഴിയാണ്, നല്ല രസമുണ്ട്, നല്ല ഫീലുള്ള വഴിയാണ്. ഓ ഗൈസ്, നമ്മൾ എന്തോ കാൽപ്പാടുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ അത് പുലിയാണോ എന്താന്നുള്ളത്. ഇവിടെ അത് വലിയതോ നോക്കടാ, ഒരു മാർക്കുന്നാല് ഗൈസ് പുലിയുടെ കാൽപ്പാടാണെന്നാണ് ഇവർ ഈ പറയുന്നത്. ഈ കാണുന്നത് ഗൈസ് ഇവിടെ കിടിലം ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പുറം ഇപ്പുറം എല്ലാരും ഒരു ഫ്രെയിം കിട്ടുമ്പോ വ്ളോഗ് ഫോട്ടോ സെഷനിലാണ്. കിടിലം ഫ്രെയിമാണ് ഗൈസ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ മരിക്കുന്നത്. ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ ഗൈസ് നമ്മള് അങ്ങനെ ട്രെയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. കുറെ വട്ടം വഴിയൊക്കെ തെറ്റി, എന്നാലും നമ്മള് മാപ്പൊക്കെ ഇട്ട് നമ്മള് അങ്ങനെ ആ വഴി കൂടി ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പം അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ ലൊക്കേഷൻ എത്താൻ നമുക്കൊരു 5 മിനിറ്റ് കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു കിടിലം വ്യൂ കണ്ടിട്ടുണ്ട് ഗൈസ്. അതിനാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. ഇതാണത്, നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം ടോപ്പിലാണ് നമ്മൾ. ഇതാണ് വ്യൂ നമ്മുടെ. കിടിലം വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഇവിടെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത ലൊക്കേഷനായ ബുറൻ ബോക്സിലേക്കാണ്. എല്ലാവരും വിശക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇരുന്നിരിക്കുകയാണ്. നമ്മള് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഹാർട്ട് ഓഫ് ബുറനിലിരുന്നാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ലഞ്ച് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നതായിരിക്കും. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞു. ഇവിടെ ഹാർട്ട് ഓഫ് ബുറൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിത് കാണാൻ പറ്റൂല, കുറച്ചുകൂടെ പോകാനുണ്ട്. പക്ഷെ നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനായ സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എനർജി എല്ലാവരും ഗെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഇത് നോക്കാം, നമ്മളൊക്കെ 2 ഡേയുടെ ഒരു ട്രിപ്പിന് ചെറിയ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഗംഗയും പള്ളി ഒരു ട്രോളിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവര് ഫുൾ സെറ്റപ്പിൽ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിത് പൊളിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഹാർട്ട് ഓഫ് ബുറൻ ഡൂളിൻ കേവിലേക്കുള്ള നമ്മുടെ അടുത്ത യാത്രയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ട് ഇറക്കുന്നതായിരിക്കും. ഡൂളിൻ കേവും അക്കോമഡേഷനും നമ്മുടെ നെക്സ്റ്റ് ഡേ ട്രിപ്പൊക്കെ ഒരു വ്ളോഗായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഫൺ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ നെക്സ്റ്റ് ടു യു ഗൈസ്. സോ സ്റ്റേ ട്യൂൺ. See you guys.